നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർക്ക് നേരെ SFI വീണ്ടും കരിങ്കൊടി പ്രതിഷേധം നടത്തി. ആലപ്പുഴ കായംകുളത്ത് വെച്ചാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെ വാഹന വ്യൂഹത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. സംഭവത്തിൽ SFI ജില്ലാ സെക്രട്ടറി M ശിവപ്രസാദ് ഉൾപ്പെടെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. NTPC ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഓച്ചിറയിലേക്ക് പോകുമ്പോഴായിരുന്നു ഗവർണറുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ ചാടി വീണത്. ഹരിപ്പാട് ചേപ്പാട് ജംഗ്ഷൻ, ONK ജംഗ്ഷൻ, കായംകുളം MSM കോളേജ് ജംഗ്ഷൻ എന്നിവിടങ്ങളും ഗവർണറുടെ വാഹനത്തിന് നേരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. എന്തായാലും വീണ്ടും അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു എന്ന വിവരമാണ് ഇന്ന് പുറത്തു വരുന്നത്. അതേസമയം ഈയിടയ്ക്കായിരുന്നു ഗവർണറുടെ കാർ തടഞ്ഞ SFI പ്രവർത്തകർക്ക് ജാമ്യം കിട്ടിയ സംഭവം ഉണ്ടായത്. 7 SFI പ്രവർത്തകർക്കാണ് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചത്. ഉണ്ടായ നഷ്ടത്തിന് തുല്യമായ തുക കെട്ടിവയ്ക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന കൗൺസിലിംഗ് നൽകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. അതായത് ഈ കരിങ്കൊടി പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപകമാകാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ് എന്ന് നമുക്ക് ആ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. വിമാനത്താവളത്തിലേക്കുള്ള ഗവർണറുടെ യാത്ര, ആ യാത്രയിലാണ് എല്ലാ സംഭവ വികാസങ്ങളുടെ ആരംഭം. ഗവർണറുടെ യാത്ര പോലീസ് സുരക്ഷയോടെയായിരുന്നു. 3 ഗവർണർക്കെതിരെ അന്ന് പ്രതിഷേധമുണ്ടായി. ആദ്യം പാളയത്ത് SFIക്കാർ ഗവർണറുടെ വാഹനത്തിൽ ഇടിച്ചു പ്രതിഷേധിച്ചു. പിന്നെ ജനറൽ ആശുപത്രി പരിസരത്തും ഒടുവിൽ പേട്ട പോലീസ് സ്റ്റേഷന് സമീപവും പ്രതിഷേധക്കാർ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത് പ്രതിഷേധിച്ചു. ഇതോടെ വാഹനം നിർത്തി ഗവർണർ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് നീങ്ങി. പ്രതിഷേധക്കാർക്കും പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗവർണർ കാറിൽ നിന്നിറങ്ങിയതോടെ പ്രതിഷേധക്കാർ ചിതറിയോടി. പോലീസ് 19 പേരെ കസ്റ്റഡിയിലെടുത്തു. അക്രമ സംഭവങ്ങളിൽ SFI പ്രവർത്തകർക്കെതിരെ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഗുരുതര വകുപ്പുകളായിരുന്നു പോലീസ് ചുമത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ നിസാര വകുപ്പുകളായിരുന്നു ചുമത്തിയത്. ഇതിൽ ഗവർണർ കടുത്ത അസംതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വകുപ്പുകൾ കടുപ്പിച്ചത്. IPC 124 വകുപ്പ് ഈ പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അദ്ദേഹം കത്തയച്ചു. ഇതിന് പിന്നാലെയായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ട വകുപ്പ് പോലീസ് SFI പ്രവർത്തകർക്ക് മേൽ ചുമത്തിയത്. ഗവർണർ നിർദ്ദേശിച്ച പ്രകാരം പ്രതികൾക്കെതിരെ ചേർത്ത 124 വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയമൊക്കെ പ്രോസിക്യൂട്ടർ ഉന്നയിച്ചതാണ്. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കെല്ലാം ഒടുവിലാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടിയത്. സർവകലാശാലകളിൽ ചാൻസലറായ ഗവർണർ കാവ്യവൽക്കരണം നടത്തുന്നതിനെതിരെയാണ് SFI ഇത്തരത്തിൽ പ്രതിഷേധം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഗവർണർ ഗോ ബാക്ക്, ഞങ്ങൾക്ക് സവർക്കറെ അല്ല ആവശ്യം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നുണ്ട് SFI. കരിങ്കൊടി പ്രതിഷേധം പലയിടത്തും, അദ്ദേഹം എത്തുന്ന പലയിടത്തും SFI കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇന്നും അത്തരത്തിലൊരു പ്രതിഷേധം SFI നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.